വടക്കുവടക്കിൻ്റെ വേറിട്ട കാഴ്ചകളിലൂടെ, വിസ്മയ കാഴ്ചകളിലൂടെ ക്യാമറ കണ്ണുമായി ഞങ്ങൾ നടത്തുന്ന യാത്ര നേർക്കാഴ്ച. നേർക്കാഴ്ചയുടെ പുതിയ അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. വിഷഹാരിയായും വിഷമഹാരിയായും നരഹരി ഭഗവാൻ ശ്രീ വിഷ്ണുമൂർത്തി ഭക്തർക്ക് അനുഗ്രഹവർഷം ചൊരിയുന്ന ചീമേനി മുണ്ട്യ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം. 4 പതിറ്റാണ്ട് കാലമായി ഈ ക്ഷേത്രത്തിൽ വിഷ്ണുമൂർത്തിയുടെ കോലധാരിയായ അനി അള്ളടവൻ എന്ന അനിൽകുമാർ പൊതാവൂർ. വിഷ്ണുമൂർത്തിയുടെ കോലധാരിയായ അനി അള്ളടവൻ്റെ ജീവിത വഴികളിലൂടെ നേർക്കാഴ്ചയുടെ ഈ അധ്യായം. മറ്റ് വിഷ്ണുമൂർത്തി ക്ഷേത്രങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് പാലായി, കോട്ടപ്പുറം തുടങ്ങിയ പ്രസിദ്ധമായ വിഷ്ണുമൂർത്തി ക്ഷേത്രങ്ങളിൽ നിന്നും ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ കോലത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ? ഒപ്പം ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ വിഷ്ണുമൂർത്തിയുടെ ചൈതന്യം എത്തിയതെങ്ങനെ എന്നും അറിയണ്ടേ? കേൾക്കാം. വിഷ്ണുമൂർത്തിയുടെ യഥാർത്ഥ ആരൂഢ സ്ഥലം എന്ന് പറയുന്നത് കോട്ടപ്പുറം വൈകുണ്ഠ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ട് ഒരു ക്ഷേത്രമാണ് ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രം. ഒരുപാട് കാലപ്പഴക്കമില്ലാത്തൊരു ക്ഷേത്രമെന്ന് പറയപ്പെടുന്നത്. ചീമേനിയിലേക്ക് വിഷ്ണുമൂർത്തി വന്നത് ഒരിക്കലും കോട്ടപ്പുറത്തു നിന്നല്ല. അതുകൊണ്ട് കോട്ടപ്പുറമായിട്ട് ഈ ക്ഷേത്രത്തിന് വലിയ ബന്ധമില്ല. പയ്യന്നൂർ രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രത്തിൽ നിന്നാണ് വിഷ്ണുമൂർത്തി ചീമേനിയിലേക്ക് എത്തിയതെന്നാണ് പറയപ്പെടുന്നത്. പൂർവ്വകാലത്ത് ഈ മുണ്ടി ആയിരുന്നില്ല ഇവിടുത്തെ ശരിക്കിലെ. ഇത് ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രം എന്നറിയപ്പെടുന്നതിന് മുന്നേ ചീമേനി പുതുക്കുടി മുണ്ട്യ എന്നാണ് ഇതിനെ അറിയപ്പെട്ടിട്ടുണ്ടായത്. ഒരു പുതുക്കുടി പൊതാൾ അവരുടെ ചാമുണ്ടിയുടെ അടുത്ത് വിഷ്ണുമൂർത്തിയെ പ്രതിഷ്ഠിക്കുകയും അതിനുശേഷം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ജന്മി വിഷ്ണുമൂർത്തിയെ ഈ ഇന്ന് കാണുന്ന സ്ഥലത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തതാണ് പുരാവൃത്തം. ഇവിടുത്തെ ചൈതന്യത്തിൻ്റെ പ്രത്യേകത, നമ്മൾ ഇപ്പോൾ ഒരു കുടികൂടലിനോ എന്തിനായാലും മുഹൂർത്തം കൊടുക്കുന്ന ഒരു കൃത്യമായിട്ടുള്ള സമയം, ആ സമയം കൃത്യം ഇപ്പോൾ 11:20 മുതൽ 12 മണി വരെ മുഹൂർത്തം കൊടുക്കുന്നുണ്ടെങ്കിൽ മുഹൂർത്തം കൃത്യമായിട്ടുള്ളൊരു സമയമുണ്ടാകും. ആ സമയത്ത് പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചൈതന്യത്തിൻ്റെ പ്രത്യേകത. പിന്നെ എല്ലാ വർഷവും കൃത്യമായിട്ട് കലശാട്ട് നടക്കുന്നൊരു ക്ഷേത്രം. ഉത്സവകാലം കഴിഞ്ഞാൽ ഈ കരിയടിക്കൽ ചടങ്ങല്ല, കലശാട്ട് ചടങ്ങ് തന്നെയാണ്. അതുകൊണ്ട് ഇവിടുത്തെ ചൈതന്യത്തിന് ഏറ്റവും വലിയ ശ്രേഷ്ഠത്വം ഈ കലശാട്ട് കൊണ്ട് ഉണ്ടാകുന്നതാണ് പറയപ്പെടുന്നതും നമ്മളറിയപ്പെടുന്നതും. ഈ ചീമേനി എന്ന ഈ പേരിനെ പറയപ്പെടുന്നത് ശ്രീമേനി എന്നാണ്. ഒരു ഐശ്വര്യമുള്ള ഭൂമിയാണ്. ഇവിടെ വന്നവർക്കൊക്കെ അതറിയാം, കണ്ടാലും അറിയും. അപ്പോൾ ഈ ചീമേനി എന്നുള്ള ചെന്തമിഴ് ഭാഷയിൽ നിന്ന് ഉണ്ടായി ചീമേനി ഐശ്വര്യമുള്ള ഭൂമിയാണ്. ഈ നാട്ടിനെ പറയപ്പെടൽ വളഞ്ഞപാറ എന്നാണ്. ചുറ്റും പാറയാണ്, നടുക്കാന്നൊരു വയലും ഇങ്ങനെയൊരു ക്ഷേത്രം. ആദ്യകാലത്ത് അയ്യപ്പനുണ്ടായി. അതിനുശേഷം ഈ കുന്നന്തൂർ ഇവിടുത്തെ വലിയൊരു കാരണവര തറവാട്, വലിയ വീട് തറവാട്, ഏറ്റവും ഒടുവിലാണ് ഇവിടുത്തെ വിഷ്ണുമൂർത്തി ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ വെച്ച് ഇപ്പോൾ വിഷ്ണുമൂർത്തി പല ക്ഷേത്രങ്ങളിലും കെട്ടിയാടുന്ന ഒരു തെയ്യാണ്. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ വെച്ച് ഈ ചീമേനിക്കുള്ള പ്രത്യേകത, ഇവിടുത്തെ ആടയാഭരണങ്ങളെല്ലാം സ്വർണത്തിൻ്റെ ഒരു തലപ്പാളി ഉൾപ്പെടെ പലതും ഈ ക്ഷേത്രത്തിൻ്റെ സ്വന്തമാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ആടയാഭരണങ്ങൾ മാത്രമേ ഇവിടെ കൊണ്ടുവരേണ്ടതും. അതുമാത്രമല്ല, ഇവിടെ ഏത് ക്ഷേത്രത്തിലും ഇല്ലാത്തൊരു ചടങ്ങാണ് ഈ അവസാനത്തെ ദിവസം വിഷ്ണുമൂർത്തിനെ അണിയറിയിൽ നിന്ന് ഒരു ആനയിച്ച് കൊണ്ടുവരുന്നൊരു ചടങ്ങുണ്ട്. അത് തെയ്യമുള്ള ഈ കേരളത്തിലെ ഉത്തര മലബാറിൽ എവിടെയും അത് കാണുന്നില്ല, കണ്ടിട്ടുമില്ല. ഇപ്പം ആക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും അത്ര ഒരു സക്സസ് അല്ല എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യം വിഷ്ണുമൂർത്തിക്കും ഈ അണിയറക്കും ഈ ക്ഷേത്രത്തിനുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ കോലം ധരിക്കുന്ന അണിയറക്കും ഈ വിഷ്ണുമൂർത്തിയുടെ പള്ളിയിറക്കും അത്രത്തോളം മാഹാത്മ്യമുണ്ടെന്ന് പൂർവ്വകാലത്ത് പറയപ്പെടുന്നു.
കൃത്യമായ ആചാരനിഷ്ഠകളോടെയാണ് വിഷ്ണുമൂർത്തിയുടെ കോലധാരിയായി അനി അള്ളടവൻ എത്താറുള്ളത് വർഷം തോറും. കോലം കെട്ടുന്നതിന് മുമ്പ് അനുഷ്ഠിക്കേണ്ട വ്രതനിഷ്ഠകളെക്കുറിച്ചും മറ്റ് ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും. ഇവിടുത്തെ ഉത്സവം 11 ദിവസം നീണ്ടു നിൽക്കുന്നത്. അതായത് മേടമാസം 21-ാം തീയതി മുതൽ ഇടവ മാസം 1-ാം തീയതി വരെ ആണ് ഇവിടുത്തെ ഉത്സവകാലം. ഈ ഉത്സവം തുടങ്ങുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പേ നമ്മൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പിൽ ഭക്ഷണ രീതിയൊക്കെ ഒന്ന് ക്രമീകരിക്കുന്ന ഒരു സംവിധാനം. പിന്നെ വ്രതം എന്ന് പറയാനുള്ളത് കൂടുതൽ ഇങ്ങനെ ഈ മറ്റുള്ള തെയ്യം കെട്ടാൻ നിൽക്കുമ്പോൾ കൊച്ചിലിരിക്കുന്ന സ്വഭാവമൊന്നും പൂർവ്വകാലത്തെ നമുക്കില്ല. നമ്മൾ അതിന് കുറച്ച് ദിവസം മുമ്പേ അതിന് വേണ്ടത്ര ഭക്ഷണ നിയന്ത്രണങ്ങളും പിന്നെ ബാക്കിയിലെ നമ്മളൊരു എന്താ പറയേണ്ടത് ഈ ഒരു ബ്രഹ്മചര്യം പോലെ നിൽക്കണം എന്നാണ് വിശ്വസിക്കൽ. സ്ത്രീകളുമായിട്ട് സംസർഗമെല്ലാം ഒഴിവാക്കിയിട്ട് നിൽക്കണം എന്നാണ് പറയപ്പെടൽ. അപ്പം 21-ാം തീയതി വൈകുന്നേരം ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഈ അള്ളടോൻ, ഞാനിപ്പം ഒരു അള്ളടോനാണ്, കിഴക്കേപ്പുറത്ത് അള്ളടോൻ എന്നാണ് എൻ്റെ ആചാരത്തിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഈ അയ്യപ്പൻ്റെ അമ്പലത്തിൽ ബ്രാഹ്മണന്മാർ വെക്കുന്ന ഭക്ഷണം കഴിച്ചിട്ടാണ് ഇപ്പോൾ തെയ്യം കെട്ടാൻ നിൽക്കുന്നത്. 2 അന്തിത്തിരിയന്മാർ, 2 കൊടക്കാരന്മാർ, 2 കോലസാരികൾ. ഇവർക്ക് അയ്യപ്പൻ്റെ അമ്പലത്തിൽ ചീമേനി ധർമ്മശാസ്ത്രത്തിലെ അമ്പലത്തിൽ ബ്രാഹ്മണന്മാർക്ക് വെക്കുന്ന ഭക്ഷണമാണ് നമ്മളും കഴിക്കുന്നത്. നമ്മളെ ഈ ഭക്ഷണത്തിൻ്റെ ഒരു ക്രമീകരണം എന്തിനെന്ന് ചോദിച്ചാൽ നമ്മൾ അവസാനത്തെ ദിവസം ഈ ഇടവം 1-ാം തീയതി ഉച്ചക്ക് ഒരു മധ്യാഹ്നത്തോടെ ഇറങ്ങുന്ന തെയ്യം ഈ 2-ാം തീയതി പുലരെ, അതായത് ഈ വർഷം കഴിഞ്ഞത് 6:10 രാവിലെ 6:10 തെയ്യം കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അത്രത്തോളം പിടിച്ചു നിൽക്കാനുള്ള ശേഷി ഒന്ന് നമ്മളെ ഈ ഭക്ഷണ നിയന്ത്രണമാണ്, നമ്മളെ പ്രാർത്ഥനയാണ്. പിന്നെ സാധാരണ ഞാൻ എല്ലാവരോടും പറയും പോലെ ഈ നാട്ടുകാർ എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തുന്ന വിശ്വാസക്കാരനാണ് ഞാൻ. അതിൽ ഞാൻ പൂർണ്ണ തൃപ്തനാണ്. ഞാനും എൻ്റെ കൂടെ എൻ്റെ അനിയന്മാരുണ്ട്, 2 പേര് തെയ്യം കെട്ടുന്നവരാണ്. ഒരു അനിയൻ ഒരു അന്ധനാണ്, മാഷാണ്. അപ്പോൾ അവരോട് വളരെ അകമഴിഞ്ഞ ഒരു പ്രയത്നം കൊണ്ട് തന്നെയാണ് ഈ കളിയാട്ടത്തിൻ്റെ ഭംഗിയായ നടത്തിപ്പ് ഇങ്ങനെ ഗംഭീരമായിട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത്. ഇവിടുത്തെ കളിയാട്ടത്തിന് ഞാനും എൻ്റെ അനിയന്മാരും മാത്രമല്ല തെയ്യം കോലം ധരിക്കുന്നത്, പുറത്തുള്ളവരുമുണ്ട്. അപ്പോൾ എൻ്റെ അനിയന്മാരും ഞാനും ദിവസങ്ങൾക്ക് മുമ്പേ ഒരു വ്രതശുദ്ധിയോടെ വന്നിട്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് പുറത്തുള്ളവരെ കെട്ടിക്കുമ്പോൾ അവർക്ക് ഈ ക്ഷേത്രം വകയിലുള്ളൊരു മോതിരം കൊടുക്കുന്നൊരു ചടങ്ങുണ്ട്. രാവിലെ തെയ്യത്തിൻ്റെ ആളെ പറഞ്ഞ് അവർക്ക് മോതിരം കൊടുത്തു കഴിഞ്ഞാൽ അവർ അണിയറ വിട്ട് പോകാതെയും മറ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതെയും അങ്ങനത്തെ ഒരു സംവിധാനം ഇപ്പോഴും ചീമേനി മുണ്ടിയിൽ നടക്കുന്നുണ്ട്. അതുതന്നെയാണ് അവരെ വ്രതശുദ്ധി എന്നാണ് അവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തെയ്യത്തിൽ ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെ കളിയാട്ടം ഭംഗിയായി നടത്തിക്കാനുള്ള ഒരു സഹായം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ട്. പാരമ്പര്യമായി ലഭിച്ച വരദാനമാണ് അനി അള്ളടവന് വിഷ്ണുമൂർത്തിയുടെ കോലം ധരിക്കാനുള്ള അവകാശം. 4 പതിറ്റാണ്ട് കാലമായി അനി വിഷ്ണുമൂർത്തിയുടെ കോലധാരിയാണ് ഈ ക്ഷേത്രത്തിൽ. 13-ാം വയസ്സിൽ തുടങ്ങിയ സപര്യ. കേൾക്കാം ആ പാരമ്പര്യ വഴികൾ. ഈ ക്ഷേത്രത്തിലെ ഈ കോലധാരി ഈ പുതാവൂരിൽ കിഴക്കേപ്പുറത്ത് അള്ളടവൻ തറവാട്ടിലെ ഒരു പരമ്പരയാണ്. ഉണ്ടായ കാലം മുതലേ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എനിക്ക് മുമ്പേ എത്ര തലമുറ എന്ന് കൃത്യമായിട്ട് എനിക്ക് പറയപ്പെടാൻ അറിയില്ല. പക്ഷേ ഇതിനു മുമ്പേ ഒരു അള്ളടവൻ ഉണ്ടായിരുന്നു, വളരെ പേരപ്പെട്ട ഒരു അള്ളടവൻ ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള കഥകളെ എനിക്കറിയും. എൻ്റെ അച്ഛൻ ഈ ആചാരം സ്വീകരിച്ചിട്ടില്ല. ഞാൻ ഒരു 13 വയസ്സ് മുതൽ ഈ ക്ഷേത്രത്തിൽ തെയ്യം കെട്ടാൻ തുടങ്ങിയ ആളാണ്. ഏകദേശം 51 വയസ്സ് ആയിട്ടുണ്ട്. ഇതുവരെയും ഉത്സവകാലത്ത് തെയ്യം നടത്തുന്നതിൽ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. എൻ്റെ അനിയന്മാരെ 2 അനിയന്മാരുണ്ട്. 2 അനിയന്മാർ പണിക്കറാണ്. പല സ്ഥലത്തു നിന്ന് ആചാരം വാങ്ങി ക്ഷേത്രം തെയ്യം കെട്ടിയിട്ട് ആചാരം വാങ്ങിയവരാണ്. അപ്പോൾ അവരാണ് ഒരു സഹായികൾ. ഞങ്ങളെ ഈ സമുദായം ഈ മലയാളി സമുദായത്തിൽപ്പെട്ടവരാണ്. നമ്മൾ മക്കത്തായക്കാരാണ്.
അപ്പോൾ ഈ പാരമ്പര്യം അങ്ങനെയാണ്. മക്കളെ ഇങ്ങനെ നടന്നു വരുന്ന ഒരു പാരമ്പര്യമാണ് ഞങ്ങളെ ഈ കുലത്തിനുള്ളത്. അതുമാത്രമല്ല, ഈ ചീമേനി അല്ലാതെ വളരെ പ്രസിദ്ധമായ കുറേ ക്ഷേത്രങ്ങളിൽ തെയ്യം കെട്ടാനിലെ ഒരു ആചാരം കൂടിയാണ് നമുക്ക് ഈ അനുവദിച്ച നീലേശ്വരം കോവിലകത്തു നിന്ന്, അല്ലട സ്വരൂപത്തിൻ്റെ അധികാരികളായ നീലേശ്വരം കോവിലകത്തു നിന്ന് ഞങ്ങൾക്ക് അനുവദിച്ചു തരുന്ന ആചാരമാണ് ഈ കിഴക്കേപ്പുറത്ത് അല്ലടം എന്നുള്ള ആചാരം. അത് ഇതിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ക്ഷേത്രം പുതാവൂരാണ്. മേലെടുത്ത് പൂമാല ഭഗവതി ക്ഷേത്രം പുതാവൂർ. എൻ്റെ തറവാട് പുതാവൂരാണ്. പൂർവ്വകാലത്ത് ക്ഷേത്രം നടക്കാൻ വേണ്ടി കൊടുത്ത ഭൂമിയാണെന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങൾ താമസിക്കുന്ന തറവാട് നിൽക്കുന്ന ഭൂമി അങ്ങനെയാണെന്ന് പറയപ്പെടുന്നത്. ഇപ്പോൾ ഞങ്ങൾ അതേ തുല്യതയുള്ള ഒരു ആചാരമുണ്ട് കിണാവൂരിൽ. കിണാവൂർ അല്ലടവൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നിലവിലവിടെ ആചാരക്കാരനില്ല. നിലവിൽ ഒരേ ഒരു അല്ലടവനേ ഉള്ളൂ. ഇപ്പോൾ അത് ഞാനാണ്. ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുന്ന ദിവസവും അവസാനിക്കുന്ന ദിവസവും മാത്രമാണ് പകൽ വിഷ്ണുമൂർത്തിയുടെ തെയ്യക്കോലം ഭക്തർക്ക് ദർശനമരുളുന്നത്. തോറ്റം മുതൽ കോലമിറങ്ങുന്നതുവരെയുള്ള പ്രധാന ദിവസങ്ങളിലെ ചടങ്ങുകൾ എന്തൊക്കെയാണ്? പ്രധാനമൂർത്തിയായ വിഷ്ണുമൂർത്തിയോടൊപ്പം രക്തചാമുണ്ടിയും കൂടിയാണ് ഭക്തർക്ക് ഈ ക്ഷേത്രത്തിൽ അനുഗ്രഹവർഷം ചൊരിയുന്നത്. ആ തെയ്യവിശേഷം ഇവിടുത്തെ ഉത്സവകാലത്ത് ഇവിടെ കെട്ടിയാടുന്നത് 2 തെയ്യങ്ങളാണ്. ഒന്ന് വിഷ്ണുമൂർത്തി, ഒന്ന് ചാമുണ്ടി. അപ്പോൾ ഈ വൈകുന്നേരം സന്ധ്യക്ക് വിളക്ക് വെച്ച ഉടനെ തിടങ്ങൽ കഴിഞ്ഞാൽ തെയ്യം കൊടുക്കുന്ന ചടങ്ങാണ് തിടങ്ങൽ. തെയ്യത്തെ സ്വീകരിച്ച് കഴിഞ്ഞാൽ കൂടുതൽ വൈകാതെ തന്നെ തോറ്റം പുറപ്പെടും. 2 തെയ്യത്തിനും തോറ്റമുണ്ട്. ഈ തോറ്റം ഇവിടെ ഒരു നടപ്പുരയുണ്ട്, നട. ഇത് പൂർവ്വകാലത്ത് ഒരു കാളിയമർദ്ദനത്തിൻ്റെ സങ്കല്പത്തിൽ യാദവന്മാരുടെ ക്ഷേത്രമായതുകൊണ്ട് ഇത് ഒരു കൃഷ്ണനെ സങ്കല്പിച്ചിട്ട് കാളിയമർദ്ദനം നടത്തിയതിലെ ഒരു സങ്കല്പത്തിലാണ് പറയപ്പെടുന്നത്. ഞാനും അങ്ങനെ വിശ്വസിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസവും ഈ അവസാനത്തെ ദിവസവും മാത്രമേ പകൽ തെയ്യുള്ളൂ. ആദ്യത്തെ ദിവസം തോറ്റം കഴിഞ്ഞാൽ വിശ്രമായി. രാവിലെ ഒരു 8 മണിയോടുകൂടി ചാമുണ്ടിയാവും. ഒരു 11:30-12 മണിയോടുകൂടി വിഷ്ണുമൂർത്തിയാവും. പിന്നീടുള്ള എല്ലാം രാത്രി തന്നെയാണ് തെയ്യം. തോറ്റം കഴിഞ്ഞ് ഉടനെ തെയ്യം രാത്രി തന്നെ ആവും. നേരം വെളുക്കുമ്പോഴേക്ക് ഏകദേശം തെയ്യം കഴിയുന്ന ഒരു സമ്പ്രദായമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. അവസാനത്തെ ദിവസം ഇതേപോലെ തന്നെ രാത്രി തോറ്റം കഴിഞ്ഞാൽ രാവിലെ ഒരു 9 മണിയോടുകൂടി ചാമുണ്ടി ആയാലും 1 മണിയോടുകൂടി ഏകദേശം ചാമുണ്ടി കഴിഞ്ഞാൽ വിഷ്ണുമൂർത്തിയുടെ പുറപ്പാടാണ്. ഈ നാട്ടുകാരുടെ ഏറ്റവും വലിയ ഒരു ആവേശമാണ് ഇവിടുത്തെ ഈ കളിയാട്ടത്തിൻ്റെ സമാപ്തി. അവരെ സങ്കടവും അവരെ സന്തോഷവും എല്ലാം നിറഞ്ഞ ഒരു ദിവസമാണ് ഈ അവസാനത്തെ ദിവസത്തെ കളിയാട്ടം. അപ്പോൾ തെയ്യം കിട്ടുന്നത് 10-11 ദിവസം ആകുന്നത് കൊണ്ട് ഞാനും എൻ്റെ അനിയന്മാരും മാത്രമല്ല, ഇതിൽ കഴിവ് തെളിയിച്ച കുറച്ച് ആൾക്കാരുണ്ട്. ഈ ക്ഷേത്രത്തോട് പ്രതിബദ്ധതയില്ല, ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട് എൻ്റെ കൂടെ സഹായികളായിട്ട് വരുന്നത്. അവരും ഈ കോലം ധരിക്കാറുണ്ട് ഇവിടുന്ന്. അത് ഏകദേശം ഞാൻ അവരോട് ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ മുടക്കൂലാതെ ഇപ്പം അവരും കൂടെ നമ്മളെ കൂടെ തെയ്യം കിട്ടുന്നത് കൊണ്ടാണ് ഇപ്പോൾ കളിയാട്ടത്തിൻ്റെ ബുദ്ധിമുട്ടറിയാതെ ഇങ്ങനെ പോകുന്നത്. ഇവിടെ കളിയാട്ടത്തിൻ്റെ ആദ്യത്തെ ദിവസവും അവസാനത്തെ ദിവസവും ഇപ്പം ഈ അല്ലടമെന്ന് പറഞ്ഞാൽ ഈ ഞാൻ തന്നെയാണ് തെയ്യം കെട്ടാറുള്ളത്. 27 കളിയാട്ടത്തിന് അവസാനത്തെ ദിവസം തെയ്യം കെട്ടാനൊരു ഭാഗ്യമുണ്ടായി. 25 വർഷം പൂർത്തിയായതിൻ്റെ പേരിൽ അതിൻ്റെ ഒരു ആഘോഷം എന്നുള്ള രീതിയിൽ ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഒരാദരിക്കലുണ്ടായി തന്നെ ക്ഷേത്രം വക. അപ്പം വളരെ ഗംഭീരമായിട്ടൊരു ചടങ്ങ് അവരുണ്ടാക്കി. 25 വർഷം അവസാനത്തെ തെയ്യം കെട്ടിയ വകയിൽ ഈ ക്ഷേത്രം ഒരു അംഗീകാരം തന്നതാണ് എനിക്ക്. പിന്നെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ഈ ഒരുപാട് തെയ്യക്കോലങ്ങൾ ഉണ്ടാവും. ഇവിടെ ഈ വിഷ്ണുമൂർത്തിയും ഈ ചാമുണ്ടിയെ ഇവിടെ കാണാനുള്ളൂ. അതുമാത്രമല്ല,
ഒരു കലാപരിപാടിക്കും പ്രോത്സാഹനം കൊടുക്കാത്തതും ഒരു കലാപരിപാടിയും ഇല്ലാതെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നവർ തെയ്യം കാണാനായിട്ട് എത്തുന്നതിലെ ഒരു വിശ്വാസം കൂടെ നമ്മൾ ഈ നാട്ടിന് ഈ ക്ഷേത്രത്തിനുണ്ട്. വർഷം തോറും വിഷ്ണുമൂർത്തിയുടെ ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുമ്പോൾ വിശ്വാസവും അവരുടെ നേർച്ചകളും അങ്ങേ എങ്ങനെ അനുഭവിപ്പിക്കുന്നു? ഒപ്പം കോലധാരിയായ ശേഷം മനസ്സിൽ മറക്കാതെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു അനുഭവം? ഒരുപാട് ക്ഷേത്രങ്ങളിൽ തെയ്യം കിട്ടുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ ആ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചീമേനിക്കുള്ളൊരു പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കലാപരിപാടികളില്ലാത്ത, അതിന് പ്രാധാന്യം കൊടുക്കാത്ത ക്ഷേത്രം എന്ന് പറയാം. അപ്പോൾ ഞാൻ നടക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നും കലാപരിപാടിക്ക് സ്ഥാനം കൊടുക്കാറില്ല. പക്ഷെ എന്നാലും തീരെ കലാപരിപാടി വേണ്ട എന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണ് ചീമേനി. ഇവിടെ ഇപ്പം വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നൊരു കാലത്ത് പോലും ഇത്രയും വിശ്വാസികൾ വരുന്നൊരു ക്ഷേത്രം വേറെ ഇല്ല എന്ന് തന്നെ പറയപ്പെടാം. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ 40 വർഷത്തെ തെയ്യത്തിൻ്റെ ഇതിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇവിടുത്തെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു ചടങ്ങുണ്ട് ഇവിടെ, ഭജന ഇരിക്കൽ, പിന്നീട് തുലാഭാരം, ചോറൂണ്, ഇങ്ങനെ ഒട്ടനവധി ചടങ്ങുകൾക്ക് പ്രാതിനിധ്യം വഹിക്കുന്ന ഒരു ക്ഷേത്രമാണ് ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം. ഈ ബാക്കി ക്ഷേത്രങ്ങളെപ്പോലെ വിഷ്ണുമൂർത്തിയുടെ ഇവിടുത്തെ ശരിക്കും വിഷഹാരി എന്നാണ് പറയപ്പെടുന്നത്. പൂർവ്വകാലത്ത് പാമ്പ് കടിയേറ്റാൽ ഇവിടെ നിന്നാണ് ചികിത്സ എന്ന് പറയപ്പെടുന്നുണ്ട് എന്നുള്ളതല്ല. എൻ്റെ ഈ തെയ്യക്കാലത്തെ അനുഭവത്തിൽ തന്നെ ഇവിടുത്തെ ഒരു ചേച്ചിക്ക് പാമ്പ് കടിയേറ്റിട്ട് പെരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ചികിത്സ ഒഴിവാക്കിയിട്ട് വന്നിട്ട് ഇവിടുത്തെ പ്രസാദം കൊണ്ടുപോയി ഇഞ്ചക്ഷൻ വെച്ചിട്ട് രക്ഷപ്പെട്ട ഒരു ചേച്ചി നമ്മളെ ഇപ്പം ജീവിച്ചിരിപ്പുണ്ട് ചീമേനി തന്നെ. അത് ഞങ്ങളുടെ അനുഭവം തന്നെയാണ്, വളരെ വിലപ്പെട്ടൊരു അനുഭവം. ഇവിടെ വരുന്നവർ ഈ ഭജന എന്നുള്ളത് ത്വക്ക് രോഗങ്ങൾക്കും ബാക്കി ആന്തര അവയവങ്ങൾക്ക് രോഗങ്ങൾ, ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾക്കുള്ള പരിശാന്തിയായിട്ടാണ് ഇവിടെ ഭജന ഇരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടിയാണ് ഇവിടെ. കാലം മാറുന്നതിനനുസരിച്ച് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒപ്പം കോലധാരിയുടെ വേഷങ്ങളിലും വലിയ വ്യത്യാസങ്ങൾ വന്നുചേർന്നിട്ടുണ്ട്. അതുപോലെ പഴയ തലമുറ ചീമേനി മുണ്ട്യക്കാവ് എന്ന് വിശേഷിപ്പിച്ച ഈ ദേവസ്ഥാനത്തെ ഇന്നറിയപ്പെടുന്നത് ചീമേനി മുണ്ട്യ വിഷ്ണുമൂർത്തി ക്ഷേത്രമെന്നാണ്. ദ്രാവിഡ ആചാരവിശ്വാസങ്ങൾക്ക് മേൽ ആര്യാധിനിവേശം പിടിമുറുക്കുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും. കാലത്തിനനുസരിച്ചിട്ടുള്ള ഭേദഗതി ഈ നമ്മുടെ തെയ്യത്തിലും വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. പക്ഷേ ചടങ്ങുകൾക്ക് ഒരിക്കലും മാറ്റം വരാത്തൊരു ക്ഷേത്രമാണ് ചീമേനി. ഞാൻ തെയ്യം കിട്ടുന്ന ഒരു ക്ഷേത്രത്തിലും ചടങ്ങുകൾക്ക് വ്യത്യാസം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആടയാഭരണങ്ങളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, ഞങ്ങളും വരുത്തിയിട്ടുണ്ട്. പൂർവ്വകാലത്ത് ഈ മുണ്ട്യ എന്ന പേരിലാണ് നമുക്ക് ചീമേനിനെ, ഇപ്പോഴും മുണ്ട്യാണ്, ചീമേനി മുണ്ട്യ വിഷ്ണുമൂർത്തി ക്ഷേത്രം എന്നാണ് ഇപ്പം പറയപ്പെടൽ. അപ്പോൾ പണ്ട് കാലത്ത് ഈ കുടിവെപ്പ് കർമ്മം നടത്തിയതാണ് കാവുകൾ, മുണ്ട്യകൾ, ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ. അപ്പോൾ ഇതൊക്കെ മാറ്റം വന്ന് ഇപ്പം പുതിയ കാലത്തിനനുസരിച്ചിട്ട് ക്ഷേത്രമായിട്ട് മാറുന്നു. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബ്രാഹ്മണ കർമ്മം നടക്കുമ്പോഴാണ് ക്ഷേത്രമായിട്ട് മാറുന്നതെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പണ്ട് കാലത്ത് ഈ പൂർവികർ മൂത്തയാൾ എടുത്തു വെച്ച ഒരു പ്രതിഷ്ഠ, അത് പ്രതിഷ്ഠ എന്ന് പറഞ്ഞുകൂടാ, ഒരു കുടിവെപ്പ്, അതിപ്പോൾ ബ്രാഹ്മണന്മാർ ചെയ്യുമ്പോൾ അത് പ്രതിഷ്ഠയായിട്ട് മാറുമ്പോൾ അത് ക്ഷേത്രമായിട്ട് മാറുന്നു, അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. ഇപ്പം മുത്തപ്പന് പോലും ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത്. മടപ്പുര എന്നുള്ളത് മാറിയിട്ട് ക്ഷേത്രം എന്ന് പറയേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പൂർവ്വകാലത്ത് ചീമേനി മുണ്ട്യാണ്, ഇപ്പോഴും പറയപ്പെടുന്നത് ചീമേനി മുണ്ട്യ വിഷ്ണുമൂർത്തി ക്ഷേത്രം
ഇവിടുത്തെ തന്ത്രി കോറോത്ത് ഭട്ടതിരി തന്ത്രിയാണ്. അപ്പം അവർ പ്രതിഷ്ഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇത് ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. തെയ്യത്തെ ഒരു കലാരൂപമായല്ല, അനുഷ്ഠാന രൂപമായി തന്നെ കാണാനാണ് അനി അള്ളടവൻ താല്പര്യപ്പെടുന്നത്. തൻ്റെ പാരമ്പര്യം അതാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചത്. തനിക്ക് ശേഷം തൻ്റെ പാരമ്പര്യ വഴികളിൽ ആരാണ് ഇനി തൻ്റെ പിൻഗാമിയായി വരുന്നത് എന്നും അനി അള്ളടവൻ പറയും. ഈ തെയ്യം എന്നുള്ളത് ഒരിക്കലും ഒരു കലാരൂപം മാത്രമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഒരു അനുഷ്ഠാന കർമ്മമാണ്. ഞാനൊരു തെയ്യക്കാരൻ എന്ന് അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഫോക്ലാർ പോലുള്ള അക്കാദമികൾ ഈ തെയ്യം കലാകാരനായിട്ട് ഇപ്പോൾ അവാർഡ് കൊടുക്കുമ്പോൾ 2 തവണ ഈ അവാർഡ് നിരസിച്ച ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പോൾ ഈ അവാർഡ് തെയ്യം കലാകാരന്മാർക്ക് കൊടുക്കുമ്പോൾ തെയ്യക്കാരൻ എന്നറിയപ്പെടാനാണ് ശരിക്കും എനിക്കാഗ്രഹം. ഞാൻ അങ്ങനെ അറിയപ്പെടാനാണ് യോഗ്യനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് നിഷ്ഠകളുണ്ട്, വ്രതശുദ്ധികൾ, ഇതൊക്കെ ഉണ്ട്. ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന കലാരൂപമായിട്ട് തെയ്യത്തെ ഒരിക്കലും വരും തലമുറ കാണാതിരിക്കട്ടെ, അത്രയൊരു പ്രാർത്ഥന കൂടെ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. വരുന്ന തലമുറയോട് പറയാനും ഉള്ളത് അതാണ്. തെയ്യം ഒരു കലാരൂപത്തിലേക്ക് ചുരുങ്ങിപ്പോകാതെ അത് അനുഷ്ഠാന കർമ്മമായിട്ട് തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ വരുന്ന തലമുറക്ക് തെയ്യക്കാർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ശേഷം ഇവിടെ കോലം ധരിക്കേണ്ടത് എൻ്റെ 2 അനിയന്മാരുണ്ട്. എൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭാവിയിൽ എൻ്റെ അനിയന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. എന്തോ ഭാഗ്യമാണോ നിർഭാഗ്യമോ എന്നറിയില്ല, 25 വർഷമായി കല്യാണം കഴിച്ചിട്ട് കുട്ടികളില്ല. ഇവിടുത്തെ കടാക്ഷം കൊണ്ട് ഇങ്ങനെ അറിയപ്പെടുന്നു എന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കൂ. വടക്കിൻ്റെ വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ചീമേനി മുണ്ടിയ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ വിഷ്ണുമൂർത്തിയുടെ കൊലധാരിയായ അനി അള്ളടവൻ്റെ ജീവിത വഴികളിലൂടെ, അനുഷ്ഠാന വഴികളിലൂടെയാണ് നേർക്കാഴ്ചയുടെ ക്യാമറ ഇന്ന് നിങ്ങളെ നയിച്ചത്. നേർക്കാഴ്ചയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വേറിട്ട കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.